ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നതിന് എന്ത് തടസ്സമാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ എന്ത് തടസ്സമാണുള്ളത്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചോളൂ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും തമ്മിലുള്ള റിലേഷന് ഇടയിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിലേക്ക് വരാത്തത്? എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവരിലേക്ക് വരാൻ താമസിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ വ്യൂവേഴ്സിലോട്ട് വരാൻ താമസിക്കുന്നത്? എന്ത് തടസ്സമാണ് അവരിലേക്ക് ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് തടസ്സമാണ് അവരുടെ ഇടയിലേക്ക് ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് തടസ്സമാണ് എന്ത് തടസ്സമാണ് എൻ്റെ വ്യൂവേഴ്സിന് പേഴ്സണിലേക്ക് വരുന്നതിന് ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ 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 യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് തടസ്സമാണ് വ്യൂവേഴ്സിൻ്റെ പേഴ്സണിലേക്ക് വരുന്നതിന് തടസ്സമായിട്ടുള്ളത്? ടവർ. ഒരു കാർഡും കൂടി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് തടസ്സമാണ് എൻ്റെ വ്യൂവേഴ്സിന് പേഴ്സണുമായിട്ട് കൂടിച്ചേരുന്നതിന് ഇടയിലുള്ളത്? എന്ത് തടസ്സമാണുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ. The Five of Wands, the Tower, Five of Sword. 5 ആണ് ഇവിടെ ഒരുപാട് വന്നിരിക്കുന്നത്. 10, 1. സമയം അനുകൂലമാകുന്നത്. നിങ്ങൾ എത്രയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നാലും എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളിലേക്ക് വരണം എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സമയമുണ്ട്. ഓക്കെ, ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങൾക്കിപ്പം സമയം അനുകൂലമല്ല എങ്കിൽ നിങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തിരുന്നാലും ആ സമയം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നേ മതിയാവും. നിങ്ങളിപ്പോൾ എത്ര ടാരോ റീഡ് കണ്ടിട്ടും നിങ്ങളിപ്പോൾ പറയാണ് കുറേ നാളുകൊണ്ട് നിങ്ങൾ പറയുന്നല്ലോ വരുന്നു എന്നിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ. കാരണം നമ്മൾ എനർജി പറയുന്നത് എന്തുവാ? നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള എനർജിയാണ് പറയുന്നത്, നിങ്ങളുടെ എനർജിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും പേഴ്സണും വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമല്ലാതിരിക്കുന്നതിനാൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ താമസിക്കുന്നു. അല്ലാതെ ടാരോ റീഡ് നോക്കുന്ന ആൾക്കാരുടെ പ്രശ്നമല്ല, എനർജിയാണ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ അവിടെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ എനർജി നമുക്ക് പിക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് ടാരോ റീഡ് എന്ന് പറയുന്ന ഒരു സത്യത്തിലൂടെ എന്നെ പോലെയുള്ള പല ആൾക്കാരും നിങ്ങളെ അറിയിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ കുറേ വർഷം കൊണ്ട് നോക്കുന്നു എടുക്കുന്നു എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് യൂണിവേഴ്സ് തന്നെ തന്നിരിക്കുകയാണ്. ഫസ്റ്റ് വീണ കാർഡ് തന്നെയാണ് കാലചക്രം. ഓക്കെ, സമയം അനുകൂലമാകാതെ ഒരു കാര്യവും ഈ ഭൂമിയിൽ ഒരു ചെടി മുളയ്ക്കുന്നത് പോലും അത് കാലചക്രത്തിന് അനുകൂലമായിട്ട് മാത്രമേ, അതനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ എത്ര പ്രാർത്ഥിച്ച് നമ്മൾ നിലവിളിച്ച് കരഞ്ഞിരുന്നാലും ഒരു കാര്യങ്ങളും നടക്കത്തില്ല. നടക്കുന്നത് പ്രകൃതിയുടെ കാലത്തിനനുസരിച്ചേ നടക്കൂ. ഓക്കെ, ഒന്ന് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അത്
ഇതിപ്പോൾ എത്ര പേരാണോ കാണുന്നത് അത്രയും പേർക്ക്. ഇപ്പം പേഴ്സണും എൻ്റെ വ്യൂസും ഓക്കെയാണ്. അവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് ഒന്നാവാൻ കാത്തു നിൽക്കുന്ന വ്യക്തികൾക്കുള്ള എനർജിയാണ് ഇത്. സമയം അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാകാം എന്നുള്ളത്. ഓക്കെ. മറ്റ് ചില ആൾക്കാർക്ക് ഇടയിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന കാര്യം ഉള്ളത് കൊണ്ടാണ്. കാരണം തേർഡ് പാർട്ടി നിങ്ങളെ രണ്ടുപേരെയും തെറ്റിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നാകരുത് എന്ന് വിചാരിച്ച് തേർഡ് പാർട്ടി നല്ല രീതിയിൽ ചീറ്റിങ് ചെയ്യുന്നു, നിങ്ങളുടെ മാനസിക ബലത്തെ തകർക്കുന്നു. ഓക്കെ. എന്തുമാകാം. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്തുമാകാം. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റീഡിങ് പോലും നിങ്ങളുടെ മാനസിക ബലത്തെ തകർക്കും. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു റീഡിങ്, ഇപ്പോൾ എൻ്റെ ഒരു റീഡിങ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ അത് ക്വിറ്റ് ചെയ്ത് പോകണം. ഓക്കെ. കാരണം ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്ന ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് തോന്നുന്നു, ആ സമയത്ത് അത് നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അപ്പോഴും തന്നെ അവിടുന്ന് പോകണം. കാരണം ഒരുപാട് പേര് 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ഈ ഒരു ചെറിയ ഇതിൽ തന്നെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പം വലിയ വലിയ റീഡിങ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഇതിൽ എത്രത്തോളം റീഡിങ് ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും ആൾക്കാരുടെ എനർജി പിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആയിരിക്കാം, നിങ്ങളുടെ അല്ലായിരിക്കാം. അപ്പം നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആയി വരുന്നെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ എനർജി ആകുകയുള്ളൂ. നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് അഫർമേഷൻ ചെയ്യരുത്. ഓക്കെ. ഇന്നത്തെ ഒരു റീഡിങ്ങിൽ ഒരു വ്യക്തി പറഞ്ഞു അവരുടെ ആള് നാട്ടിലല്ല, ഗൾഫിലാണ്, ഇത് അവരുടെ റീഡിംഗ് അല്ല, ഇതെന്തോ റീഡിംഗ് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ നമ്മളിപ്പം ഇത്രയും ആൾക്കാർ നിൽക്കുന്നു, അപ്പോൾ എല്ലാവരും ഗൾഫിലാണ് എന്നുള്ള റീഡിങ് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ കാണും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊച്ചു ജോലി ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഇത് കാണുന്നതാണ്. അപ്പം ഗൾഫ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം അവർക്ക് റീഡിങ് റെസനേറ്റ് ആകത്തില്ലല്ലോ. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് റെസനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റീഡിംഗ് അല്ല. അപ്പം റെസനേറ്റ് ആകുന്ന റീഡിങ്ങിൽ നമ്മൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് പറഞ്ഞൊരു ക്ലാരിറ്റി തരുകയാണ്. അടിമയായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അടിമയെന്ന് പറയുന്നത് ഒരു വീട്ടു ജോലിക്കാരനായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരു പണ്ടത്തെ കണക്ക് കൈയും കാലും കെട്ടിയിട്ട് കൊണ്ടുവന്ന് ജോലി ചെയ്യിക്കുന്ന അടിമയല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു നമ്മളിങ്ങനെ ഉപമ പോലെ പറയത്തില്ലേ, ഒരു ഉപമയായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന രീതിയിൽ പറയുന്നതേ ഉള്ളൂ അടിമ എന്നുള്ളത്. കാരണം അടിമയായിട്ട് ഈ കാലത്ത് ആരും നിൽക്കത്തില്ല. ജോലിക്കാർ പോലും അടിമയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവർ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം വാങ്ങും, അതിൻ്റേതായ രീതിയിൽ നിൽക്കും. അടിമയെന്ന് ഉദ്ദേശിച്ചത് ഇപ്പം നിങ്ങൾ തന്നെ എക്സാമ്പിൾ പറയണം. ഇപ്പം എൻ്റെ വ്യൂസിൽ പല ആൾക്കാരും, എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർ, ഒരു 20% ആൾക്കാരും അവരുടെ പാർട്ട്ണറിന് എന്ത് തെറ്റ് തന്നെ ചെയ്തിരുന്നാലും, അല്ലെങ്കിൽ ഇനി തേർഡ് പാർട്ടിയുടെ അവിടെ പോയിരുന്നാലും അങ്ങ് തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞ് വിഷമിച്ച്, കാരണം അത്രയും താഴ്ന്ന് അവർക്ക് വേണ്ടിയിട്ട്, പാർട്ട്ണറിന് വേണ്ടിയിട്ട് അത്രയും ക്ഷമിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതിനെയാണ് അത്രയും താഴ്ന്ന് എന്തെല്ലാം പറഞ്ഞിരുന്നാലും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തി എന്നാണ് ആ അടിമ എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ മാനസിക ബലത്തെ തകർത്തുകൊണ്ട് അത് എന്തുമാകാം. ഓക്കെ, മാനസിക ബലത്തെ തകർത്തുകൊണ്ട് രണ്ട് വ്യക്തികളുടെ മധ്യത്തിലുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെയും മധ്യത്തിലാണ് ഉള്ളത്. നിങ്ങളുടെ മാനസിക ബലത്തെ തകർത്തുകൊണ്ട് അത് ആരുമാകാം. ഓക്കെ, അത് ലവ് തേർഡ് പാർട്ടി ആകാം, ഫ്രണ്ട്സ് ആവാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക അവർ നിങ്ങൾക്ക് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ നിൽക്കുന്നതായിരിക്കുമെന്ന്. പക്ഷേ നല്ല കാര്യത്തിനായിരിക്കത്തില്ല. നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് തോന്നും.
പക്ഷേ അത് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തിയല്ല. ഓക്കെ, അപ്പോൾ എന്തോ ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ, രണ്ടുപേരുടെ ഇടയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ വയ്യാത്ത പോയത്. മൂന്നാമതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു ടവറാണ് വന്നിരിക്കുന്നത്. അത് യൂണിവേഴ്സിൻ്റെ ടവറാണ് വന്നിരിക്കുന്നത്, കർമ്മ. ഓക്കെ, കർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മളിൽ തന്നെ വരുന്നു. ഇപ്പം ഈ കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഇത് ബാധകമാകുമെന്നല്ല, ചില വ്യക്തികൾക്ക് ഇത് ബാധകമാകും. കാരണം നമ്മൾ ആരുടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു കർമ്മ ബാക്കി നിൽക്കുകയാണെങ്കിൽ നമ്മളിൽ വന്ന പേഴ്സണിലൂടെ നമ്മൾ ആ കർമ്മ സ്വീകരിച്ചേ മതിയാകൂ. അപ്പോൾ ആ ഒരു കർമ്മ ബാക്കി നിൽക്കുന്നത് കൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ പേഴ്സൺ നമ്മളിൽ എത്തുന്നതിന് താമസിക്കുന്നത്. ഓക്കെ, ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കർമ്മയായിരിക്കാം ആ വന്ന പേഴ്സൺ എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് അത് കർമ്മയാക്കി, അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു. അതിന് ടവർ വന്നു കഴിഞ്ഞു. ഈ ടവർ വന്ന കാര്യം ഇനി ഒരു കെട്ടിപ്പടുക്കുക എന്നുള്ളത് പാടാണ്. ഓക്കെ, ആർക്കൊക്കെ റെസനേറ്റ് ആകുമെന്ന് അറിയത്തില്ല, എങ്കിലും ഈ ഒരു ടവർ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു റിലേഷനിലായിരിക്കത്തില്ല, മറ്റൊരു റിലേഷനിലായിരിക്കും ന്യൂ ബിഗിനിങ്. കാരണം ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാതിരിക്കുന്നത്? അപ്പം വരാതിരിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ടവർ വന്നു കഴിഞ്ഞു. ഇത് യൂണിവേഴ്സിൻ്റെ ടവറാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് വശത്തായി മാറിക്കഴിഞ്ഞു. കാരണം ഈ ടവർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വിലക്കപ്പെട്ട സ്ഥലത്താണ് ടവർ സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ വിലക്കപ്പെട്ടതായതുകൊണ്ടാണ് അവിടെ ടവർ വന്നിരിക്കുന്നത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് അറിയത്തില്ല, ഒരുപാട് പേര് കാണുന്നതാണ്. ഇത് അവരുടെ റീഡിംഗ് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. ഓക്കെ, ഇവിടെ 3 തരം റീഡിംഗ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുവരെ വന്നിരിക്കുന്നത് ഒന്ന് വീൽ ഓഫ് ഫോർച്യൂണ്. സമയം രണ്ട് ഭാഗത്തും പേഴ്സൺ ഓക്കെ ആയി നിൽക്കുകയാണ്. സന്തോഷപൂർവ്വം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ഓക്കെ ആയി നിൽക്കുകയാണ്, എന്നിട്ടും വരുന്നില്ല എന്ന് ചോദിച്ചതിന് കിട്ടിയതാണ് വീൽ ഓഫ് ഫോർച്യൂൺ. സമയം അനുകൂലമാകുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തും. മറ്റൊന്ന്, നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നൊരു വ്യക്തി, അത് മെയിലുമാകാം ഫീമെയിലുമാകാം ആരുമാകാം. കൂടുതൽ ഇവിടെ മെയിലിനെയാണ് കാണിക്കുന്നതെങ്കിലും ഫീമെയിലുമാകാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ രണ്ടുപേരെയും ഭിന്നിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയാൻ പറ്റുന്നത്. ഓക്കെ, ഫീമെയിലും മെയിലുമാകാം. മൂന്നാമത്തെ ആളിനാണ് ഇതെന്തായിരുന്നാലും ഒരു ടവറാണ്. നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു, അത് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് വന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു കർമ്മയാണ് വന്നിരിക്കുന്നത്. കാരണം അതൊരു ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു വ്യക്തിക്കാണ് സ്ഥാനം. ഈ വ്യക്തിയുടെ കാർമിക് സിറ്റുവേഷൻ അവസാനിച്ചു എന്നതാണ്. ചിലപ്പോൾ ഇത് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേര് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്. ഇതിപ്പം ഇന്നും ഇന്നലെയും പോയ വ്യക്തികളൊന്നും ഇരിക്കത്തില്ല. വർഷങ്ങളായിട്ട് ഒരു 5 വർഷത്തെ വെയിറ്റിങ്ങിൽ വരെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും ഈ വന്നിട്ടുള്ളത്. ഈ ടവർ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും. കാരണം 5-6 വർഷം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും അവരുടെ പാർട്ട്ണറിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് യൂണിവേഴ്സ് തന്നെ പറയണത് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട എന്നായിരിക്കും യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും വരുന്നതല്ല. മറ്റ് ചില വ്യക്തികളുടെ ഇടയിൽ ഫാമിലിയുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുമായിട്ടുള്ള കുറച്ച് വഴക്കുകൾ, ഓക്കെ, കോൺഫ്ലിക്റ്റുകൾ നിങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അവരുടെ മനസ്സിൽ തന്നെ, നിങ്ങളുടെ മനസ്സിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തന്നെ നടക്കുന്ന കുറച്ച് സംഘർഷങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ സംസാരങ്ങളും കാര്യങ്ങളും, നിങ്ങളുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുറേ കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളുടെ പ്രശ്നത്തിൽ നെഗറ്റീവായിട്ടുള്ള കുറേ വഴക്കുകൾ, ഒരു സ്ഥിരതയില്ലായ്മ, എന്താണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യമില്ലായ്മ, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ.
നിങ്ങളുടെ ഇടയിൽ കുറച്ച് അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കുടുംബങ്ങളൊക്കെ ഇടപെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന്, കാരണം ഫാമിലിയൊക്കെ ഇടപെട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരിക്കും. അപ്പം അവർക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കത്തില്ല. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ദ വീൽ ഓഫ് ഫോർച്യൂൺ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് 10 ഓഫ് കപ്പാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമയം അനുകൂലമാകുമ്പോൾ, ഓക്കെ, നിങ്ങൾ രണ്ട് ഭാഗത്തും ഇപ്പോൾ ഓക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ട് ഒത്തുചേരുന്നില്ല എന്ന് പറഞ്ഞു വരുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ഈ സമയം യൂണിവേഴ്സിൻ്റെ ടൈം അനുകൂലമായി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 10 ഓഫ് കപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചോ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഏറ്റവും ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ എത്രയൊക്കെ ടാരോ റീഡിങ് കണ്ടായിരുന്നാലും, കറണ്ട് സിറ്റുവേഷൻ കണ്ടിരുന്നാലും, എന്തൊക്കെ കണ്ടിരുന്നാലും ശരി തന്നെ, നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിൻ്റെ ടൈം നിങ്ങൾക്ക് വരാതെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത് വരെയും പേഴ്സണും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സമയം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കറങ്ങി നിങ്ങളുടെ ദിശയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയും പോസിറ്റീവും മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആ സെൽഫ് ലവും പ്രാർത്ഥനയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് അനുകൂലമായി നിങ്ങളുടെ ദിശയിലേക്ക് കറങ്ങും. ഓക്കെ, നിങ്ങൾ കരഞ്ഞ് തളർന്നിരിക്കുകയോ നെഗറ്റീവ് റീഡിങ് കണ്ട് നെഗറ്റീവ് ആകുകയോ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുകയോ ചെയ്യരുത്. ഇപ്പം ഒരു നെഗറ്റീവ് റീഡിംഗ് ആണ് എനിക്കിപ്പോൾ വന്നതെന്ന് വെച്ചോ, കാരണം അത് നെഗറ്റീവായിട്ടുള്ള ഒരു വ്യൂസ് അവിടെ ഇരുന്ന് നോക്കുന്നു, അല്ലെങ്കിൽ അവരുടെ എനർജി ആയിരിക്കും പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വരുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പം ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന വ്യക്തി ഒരിക്കലും ആ ഒരു നെഗറ്റീവ് എനർജിയെ പിക്ക് ചെയ്യാൻ നിൽക്കരുത്, കാരണം അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ പേഴ്സൺ വരും എന്ന് ഉറപ്പുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു സമയ അനുകൂലത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള പല റീഡിങ്ങുകളും ഉണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള റീഡിങ്ങിൽ നിന്ന് നിങ്ങൾ ലീവ് ആവുന്നതാണ് നല്ലത്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കാരണം പല ആൾക്കാരുടെ റീഡിങ്ങാണ്, നമുക്ക് പോസിറ്റീവ് മാത്രമേ റീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാർഡ് അനുസരിച്ചാണ് റീഡ് ചെയ്യുന്നത്. ഒരിക്കലും പോസിറ്റീവ് മാത്രം പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ നെഗറ്റീവ് വരുന്നതിനെ നിങ്ങളെ സമാധാനിപ്പിച്ച് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഒരിക്കലും ആ നെഗറ്റീവിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവ് ആക്കി പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നെഗറ്റീവ് റീഡിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ റിലേഷന് നല്ലതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ 5 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 5 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 5 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഡെത്താണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പേഴ്സൺ, തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ. കാരണം നിങ്ങൾ സന്തോഷമായിട്ട് പോകുന്നത് കാണാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അത് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളുടെ മുമ്പിൽ അവർ ഏറ്റവും നല്ല പോസിറ്റീവ്, നിങ്ങളുടെ റിലേഷൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കണ്ടുപിടിക്കുക എന്നത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ ഒരു മെയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫീമെയിലായിരിക്കും. നിങ്ങളോട് നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ അവരുടെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചായിരിക്കത്തില്ല അവർ നിങ്ങൾക്ക് എതിരായിട്ട് പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നത്. ഓക്കെ, അവരുടെ പേരോ അവരുടെ യാതൊരു സിഗ്നേച്ചറോ വരാത്ത രീതിയിലായിരിക്കും അവരുടെ നീക്കങ്ങൾ നടത്തുന്നത്. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി, കാരണം ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിലുണ്ട്. ഓക്കെ, അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ്റെ ഡെത്താണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വെച്ചിട്ടുണ്ട്. അവർ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ നടക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്, അവർ ചിന്തിക്കുന്നത് ഒരു ഡെത്ത് ആണെങ്കിൽ യൂണിവേഴ്സ് ചിന്തിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ഉണ്ടാവും. അത് എപ്പോഴാണ്? ദ വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾക്കും സമയം അനുകൂലമായി വരുമ്പോഴത്തേക്ക് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്.
ഓക്കെ, നിങ്ങൾക്കും സമയം അനുകൂലമായി വരുമ്പോൾ ഈ തേർഡ് പാർട്ടി എന്നുള്ള വ്യക്തി നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിൽ ഇപ്പം തീർത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള കുറച്ച് ചതികളും വഞ്ചനകളും കുറച്ച് അനാവശ്യമായിട്ടുള്ള മാനസികമായിട്ടുള്ള തകർത്ത നിങ്ങളുടെ മാനസിക നില എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടിൻ്റെയും വിശ്വാസങ്ങളെ തകർത്ത് നിർത്തിയിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിനെ ഡെത്ത് ചെയ്യിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ഡെത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് മരണമെന്ന് ചിന്തിക്കരുത്. ഡെത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം എൻഡ് ആവുന്നതിന്, നിങ്ങളുടെ റിലേഷനെ എൻഡ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ തേർഡ് പാർട്ടി ചിന്തിക്കുന്നത്. തേർഡ് പാർട്ടി ആരുമായോ, ലവ് തേർഡ് പാർട്ടി തന്നെ ആകണമെന്നില്ല, മറ്റേതോ തേർഡ് പാർട്ടി. ഓക്കെ, ചിലപ്പം വീട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുകളിലെ ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ അയൽക്കാരാകാം, അല്ലെങ്കിൽ കൂടെ പഠിച്ച് നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ആകാം. ഓക്കെ, നിങ്ങളെ കൂടെ നിൽക്കുന്നതാകാം. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ആകാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വ്യക്തികളായിരിക്കും. എല്ലാം ലവ് തേർഡ് പാർട്ടി ആയിട്ട് ചിന്തിക്കരുത്. ഓക്കെ, ഡെത്ത് വരുന്നതിന് വേണ്ടി അവർ പണിപ്പെടുന്നു. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല ഗ്രോത്തുള്ള ഒരു ഗ്രീൻ സീനറിയൊക്കെ കണ്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്തുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുവരും. പക്ഷേ നിങ്ങൾ ആ കാലം അനുകൂലമായി വരുന്നത് വരെ നിങ്ങളും വെയിറ്റ് ചെയ്യണം. ഇവിടെയും വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. ഇവിടെയും വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. ഈ തേർഡ് പാർട്ടിയെ മാറ്റി സത്യാവസ്ഥ നിങ്ങളുടെ പേഴ്സൺ അറിയുന്നത് വരെയും നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുവരെയും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടിയും പോസിറ്റീവോടുകൂടിയും നിങ്ങൾ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ചുമ്മാ എത്ര ഇന്നലെ നോക്കി ഇന്നും നോക്കി നാളെ നോക്കി വന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. വരും, എൻ്റെ സമയമാകുമ്പോൾ എൻ്റെ പാർട്ടി എന്നിൽ തന്നെ വരും. ഈ ഒരു പോസിറ്റീവ് നിങ്ങൾ എപ്പോഴും ഏത് റീഡിങ്ങിലാണെങ്കിലും നിങ്ങൾ അത് മാത്രം ഒന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവേ വരും. എൻ്റെ പേഴ്സൺ എന്നിൽ തന്നെ വരും. സമയം അനുകൂലമാകുമ്പോൾ എൻ്റെ പേഴ്സൺ എന്നിൽ തന്നെ വരും. യൂണിവേഴ്സ് എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തേർഡ് പാർട്ടിയെ മറികടന്ന് നിങ്ങളിലേക്ക് എത്തും. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആവാനാണ് കൂടുതൽ സാധ്യത. ഇനി അടുത്ത ടവർ വന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ടവർ, എന്തിനാണ് ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത്? ടവർ വന്നിരിക്കുന്നത് സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒന്ന് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് സ്ട്രോങ്, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നത് നമ്മളെ ഒന്ന് കൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ തകർത്തെറിയുന്നതിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ ലൈഫിനെ നമ്മൾ ആര് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാത്തതായിട്ട് ഒന്നും കാണത്തില്ല. നിങ്ങൾ താഴ്ന്നു പോകുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ഭൂമിയോളം അല്ല പാതാളവും കഴിഞ്ഞ് താഴ്ന്നു പോയി നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കും. എത്രത്തോളം അപമാനപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ വീണ്ടും നിങ്ങൾ ചെന്നിട്ടുണ്ടായിരിക്കും. എത്രയൊക്കെ നിങ്ങളെ അപമാനിച്ച് വിട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പേഴ്സണെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കരച്ചിൽ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, നിങ്ങളെ മാനസികമായി തകർത്തുകൊണ്ടിരിക്കും. എങ്കിലും നിങ്ങൾ അതെല്ലാം ഒരു കരച്ചിലിന് ശേഷം വീണ്ടും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെല്ലും. അപ്പം നിങ്ങളവിടെ സെൽഫ് ലവ് ഇല്ലാണ്ട് നിങ്ങൾ തകർന്ന് ഏറ്റവും ഒരു കുഞ്ഞാടിനെ പോലെ നിങ്ങൾ ആയിത്തീരുകയാണ്. കാരണം ഒരു ആട്ടിൻകുട്ടി എങ്ങനെയാണ്, എത്രയൊക്കെ നമ്മളിതൊക്കെ കാണിച്ചിരുന്നാലും നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിലോട്ട് ഓടി വരുന്ന ഒരു കുഞ്ഞാടിനെ പോലെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നും നിങ്ങളെ തന്നെ തിരിച്ചറിയേണ്ട വ്യക്തിയാണെന്നും നിങ്ങൾ ശരിയാണ് ഏത് സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ യഥാർത്ഥമായി സ്ട്രോങ് ആയിരിക്കണമെന്നും നിങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. നിങ്ങൾ ഡിപ്രഷൻ ഈ ടവർ വന്ന വ്യക്തികൾ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ടവർ വന്ന വ്യക്തികൾ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം, മാനഹാനി സർവ്വതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ ഡീപ്പ് ഡിപ്രഷനിലായി കഴിഞ്ഞു. നിങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തികളുമില്ലാതെ നിങ്ങൾ
തലകുത്തി വീണ് കഴിഞ്ഞു. നിങ്ങളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊന്നും നെഞ്ചുപൊട്ടി കരയാൻ പോലും ഒരു സഹായത്തിന് ആൾ വന്നിട്ടില്ല. നിങ്ങൾ നിന്നിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളെല്ലാം നിങ്ങൾക്ക് നഷ്ടമായി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ആരെയൊക്കെ ആശ്രയിച്ചോ അതെല്ലാം നിങ്ങൾക്ക് നഷ്ടമായി കഴിഞ്ഞു. ഒരിക്കലും തകരത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സർവ്വ ബന്ധങ്ങളും നിങ്ങൾക്ക് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അപ്പം ഇതെല്ലാം വന്ന് ഇത്രയും നിങ്ങൾ അനുഭവിച്ചത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കാൻ ഇനി ബാക്കി ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്തിനെ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഉയർച്ചയും വരത്തില്ല. നിങ്ങൾ നെഗറ്റീവായി നിങ്ങളെന്നൊരു വ്യക്തി മൊത്തത്തിൽ നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ ടവർ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്ട്രെങ്തിനെ പുറത്ത് കൊണ്ടുവരാൻ. നിങ്ങളെ കൊണ്ട് ഒരുപാട് പേർക്ക് ഉപയോഗമുള്ളതാണ്. നിങ്ങളെന്നുള്ള വ്യക്തി ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല യൂണിവേഴ്സിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഉദ്ദേശം എന്തെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഓരോ ജന്മങ്ങൾക്കും അതിൻ്റേതായ ഒരു കർമ്മയുണ്ട്. ആ ഒരു കർമ്മഫലം പൂർത്തിയാക്കാതെ നമുക്ക് ഈ ഭൂമി വിട്ട് പോകാൻ പോലും പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഈ നിങ്ങളൊരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നത് അതിനുള്ള കർമ്മ നിങ്ങൾക്കിവിടെ പൂർത്തിയാവുന്നില്ല. അപ്പം അങ്ങനെ വരാതെ വരുമ്പോൾ നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സണെ മാറ്റിക്കളയും. അത് ഇപ്പം ടവറിലൂടെ പോയത് ദൈവത്തിന് നന്ദി പറയുക. ആളെന്തായാലും സന്തോഷത്തോടെ മറ്റൊരു സ്ഥലത്ത് ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ളതിൽ സമാധാനപ്പെടുക. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മ എന്താണ് എന്ന് നോക്കി പോകുക. അല്ലാതെ നമ്മളിനി ഈ ഒരു കാര്യത്തിലേക്ക് നിൽക്കേണ്ട. മൂവ് ഓൺ ആവാൻ ശ്രമിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മൂവ് ഓൺ ആവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അനേകർക്ക് ഇനി ആവശ്യങ്ങളുണ്ട്. കാരണം ഒരുപാട് തളർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ആശ്വാസം വരാൻ നിങ്ങളുടെ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് സഹായിച്ചെന്നിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ഒരു വലിയൊരു നിലയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങളെ കൊണ്ട് ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്ന രീതിയിൽ, കാരണം നിങ്ങളൊരു കമ്പനി ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരുപാട് ജീവൻ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ തളർന്നു പോയിരിക്കാതെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലോട്ട് ശ്രദ്ധ വയ്ക്കുക, നിങ്ങളുടെ ജോലിയിലോട്ട് ശ്രദ്ധ വയ്ക്കുക, നിങ്ങൾ സ്ട്രോങ് ആകുക. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ലോകത്തെ അറിയിക്കുക, യൂണിവേഴ്സിനെ അറിയിക്കുക. നിങ്ങളെ ഒരു ആട്ടിൻകുട്ടിയായിട്ടല്ല ഒരു സിംഹമായിട്ടാണ് യൂണിവേഴ്സ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ യൂണിവേഴ്സ് അവിടെ നിങ്ങൾക്ക് ടവർ കൊണ്ടുവരും. പക്ഷെ നിങ്ങളുടെ പേഴ്സണോടുകൂടി സ്ട്രോങ് ആയിട്ടാണ് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ ടവർ വരില്ലായിരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോകില്ലായിരുന്നു. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ ഏറ്റവും താഴ്ന്ന് നിങ്ങളുടെ വില സെൽഫ് ലവ് ഇല്ലാണ്ടായിപ്പോയി. നിങ്ങൾ സെൽഫ് ലവ് ഇല്ലാണ്ട് നിങ്ങളെ തന്നെ താഴ്ത്തി കെട്ടി നിങ്ങൾ തന്നെ കരഞ്ഞു. എത്ര പ്രാവശ്യം പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരുന്നാലും നിങ്ങൾ അത്രയും പ്രാവശ്യം നിങ്ങളായിട്ടാണ് പേഴ്സൻ്റെ കാല് പിടിച്ച് നിങ്ങൾ ആ റിലേഷനെ ഒരു മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് മറന്നു. നിങ്ങളൊരു രാജാവിനെ പോലെ നിൽക്കേണ്ട വ്യക്തിയാണ്. നിങ്ങൾ ഒരിക്കലും താഴ്ന്നു പോകേണ്ട വ്യക്തിയല്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ രൂപം, നിങ്ങളുടെ സ്ട്രെങ്ത് പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ടവർ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 5 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത് എന്തിനാണ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? 6 ഓഫ് സോഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതായിട്ടുള്ള പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോകേണ്ടതായിട്ടുള്ള അവസ്ഥ, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള അവസ്ഥ, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജികൾ നിങ്ങളെ തകർത്തിരുന്നു. ഓക്കെ, ഒരുപാട് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നാലും അത് നെഗറ്റീവായിട്ട് മാത്രമാണ് വന്നിരുന്നത്.
ചില ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അവിടെ കൂടുതൽ അലട്ടിയിരുന്നു. ഓക്കെ, നിങ്ങളിപ്പം ആ ഒരു സിറ്റുവേഷനിലെല്ലാം വിട്ട് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ഒരു ഏതൊരു പ്രശ്നമായിരുന്നാലും ഈ ഒരു അടിയും വഴക്കം കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ മാനസികമായിട്ടുള്ള ഈ അടിയും വഴക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് മാനസികമായി നിങ്ങൾ രണ്ടുപേരും ഒരു വിധത്തിലും ഒരുമിച്ച് പോകാൻ വയ്യാത്ത വിധം രണ്ടുപേരുടെ ഇടയിൽ ഒരിക്കലും നേരെ ആകത്തില്ല. കാരണം എന്തൊക്കെ വന്നിരുന്നാലും നിങ്ങൾ തങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഒന്നും നേരെ ആവുന്നില്ല. എത്രയൊക്കെ ഒപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നാലും നിങ്ങൾക്ക് ഒരു വിധത്തിലും രണ്ടുപേർക്കും ഒരു വിധത്തിലും ഒന്ന് ചേർന്ന് പോകാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ റിലേഷൻ മാറിയിരിക്കുന്നു. ഓക്കെ, എപ്പോഴും നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളും നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തിയും കാര്യങ്ങളും മാത്രമേ നിങ്ങളുടെ ലൈഫിലുള്ളൂ. അപ്പോൾ സഹിക്കുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള പെയിനുമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളിൽ നിന്ന് ദൂരേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, ദൂരോട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരാതിരിക്കുന്നതിന് കാരണം. ഇതിൽ കുറച്ച് നെഗറ്റീവ് എനർജികളും ഉണ്ട്. നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് കൂടുതലും ഇതിൽ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഓവർ തിങ്കിങ് ഒരുപാട് വന്നിരിക്കുന്നു. ഓക്കെ, ഈ ബേർഡ് എന്ന് പറയുന്നത്, ഈ കാക്കയെന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്ങും നെഗറ്റീവായിട്ടുള്ള എനർജികളുമാണ്. അപ്പം നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അത് ബ്ലാക്ക് മാജിക്കും വരുന്നതായിരിക്കും. കൂടുതൽ ഇതിൽ നെഗറ്റീവ് തിങ്കിങ് ആണ് വരുന്നത്. ബ്ലാക്ക് മാജിക് എന്നുള്ളതല്ല, ഒരു കൂടുതലും വരുന്നത് നെഗറ്റീവ് തിങ്കിങ് ആണ്. ഓക്കെ, ബ്ലാക്ക് മാജിക്കും ഉണ്ട് എന്നുള്ളതല്ല, ബ്ലാക്ക് മാജിക് കെട്ടി വലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും ഇതിൽ പറയാമെങ്കിലും കൂടുതലും നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും നെഗറ്റീവുമാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് അടിയും വഴക്കും ഉണ്ടാകുന്നതിന് കാരണം. നിങ്ങളുടെ ഉള്ളിലെ ഓവർ തിങ്കിങ് ആണ്. ഈ ഓവർ തിങ്കിങ് നിങ്ങളെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഓവർ തിങ്കിങ്, നിങ്ങൾക്ക് ഓവർ തിങ്കിങ്, ഈ രണ്ട് ഓവർ തിങ്കിങ് കൂടി ചേർന്ന് മൊത്തത്തിൽ ഓവർ തിങ്കിങ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിലേക്ക് ഒന്നും കൂടി നോക്കാം. എന്തായാലും ഇതിൽ ഒന്ന് നോക്കാം. ഇതിലെന്തായാലും ഈ റീയൂണിയൻ ഉണ്ട്, ഇതിലും റീയൂണിയൻ ഉണ്ട്, 1, 2 റീയൂണിയൻ ഉണ്ട്. 3, 4ൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല. 3 ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 5 of Swords ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 5 of Swords, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഉണ്ട്. 5 of Swords ഉണ്ട് കേട്ടോ. 5 of Wands സോഡല്ല വാണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിന് ശേഷം, ഈ ഒരു കാര്യത്തിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് മാജിക്കും ഈ ഒരു ബ്ലാക്ക് എനർജി എന്ന് പറയുന്നത് അധികകാലം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കത്തില്ല. ബ്ലാക്ക് എനർജി ആണെങ്കിൽ ശരി തന്നെ, ബ്ലാക്ക് നെഗറ്റീവായിട്ടുള്ള എന്ത് സംസാരങ്ങളാണെങ്കിലും കുറച്ച് നാളത്തേക്ക് നിങ്ങളെ മാറ്റി നിർത്തിയേക്കും എന്നുള്ളതല്ലാതെ അതിന് ശക്തി കുറച്ച് നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും അതിനെ വിശ്വസിക്കാൻ പാടില്ല. ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അത് നിങ്ങളെ കൂടുതൽ എഫക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല. അത് അതിൻ്റെ സമയം അനുകൂലമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ ആ ഒരു എനർജി മാറി കിട്ടുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ആ എനർജി ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫും ഇതുപോലെ ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ടവറിനും കൂടി ഒന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ടവർ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഒരു ലൈഫ് ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഒരു ലൈഫ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു ലൈഫ്, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടോ? ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടോ? ടവർ വന്ന വ്യക്തിക്ക് ഒരു ന്യൂ ബിഗിനിങ്, പ്ലീസ് ഗൈഡ് മീ. അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരാണ്? ടവർ വന്ന വ്യക്തി ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി ആരാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക്
ഇനി ആരാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടവർ വന്നു കഴിഞ്ഞു. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരണമെന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ എന്തായിരുന്നാലും ടവർ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ് ടവർ വന്നിരിക്കുന്നത്. നിങ്ങൾ സ്ട്രെങ്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണോ അഫർമേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാം. നിങ്ങൾക്ക് പോയ പേഴ്സണെ തന്നെ നേടിയെടുക്കണമെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാം. പക്ഷേ അത് നിങ്ങൾ സ്ട്രെങ്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ഇതുപോലെ സിംഹത്തെ പോലെ ഒരു രാജാവിനെ പോലെ നിങ്ങൾ ഇത്രയും സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നേടുന്നോ എന്ത് വിചാരിക്കുന്നോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് പോയ നിങ്ങളുടെ പേഴ്സണെ തന്നെ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ അതിനെന്ത് വേണം? ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ഈ ഒരു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. കാരണം ഈ ടാരോ റീഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുവിധം പോസിറ്റീവും നെഗറ്റീവും വരുന്ന റീഡിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മൂവ് ഓൺ ആവേണ്ടതാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക. നിങ്ങൾ സ്ട്രെങ്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കുക. നിങ്ങൾ ലൈഫ് ബെറ്റർ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് അഫർമേഷൻ ചെയ്തിരുന്നാലും നിങ്ങൾ മജീഷ്യനാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും. അത് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കും. പക്ഷേ നിങ്ങൾ സ്ട്രെങ്ത് എടുക്കാതെ നിങ്ങൾക്ക് യാതൊന്നും കിട്ടത്തില്ല. കാരണം ടവർ വന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ടവറാണ്. നിങ്ങൾ എത്രയൊക്കെ കിടന്ന് നിങ്ങളുടെ സ്ട്രെങ്ത് വരാതെയും അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ നിങ്ങൾ ചെയ്യാതെയും നിങ്ങൾ ഇനിയിപ്പോൾ എത്രയൊക്കെ കിടന്ന് കരഞ്ഞ് അഫർമേഷൻ ചെയ്തിരുന്നാലും ശരി തന്നെ ഒന്നും നടക്കത്തില്ല. കാരണം കരയുന്ന ഒരു വ്യക്തിനെയല്ല, ഗർജിക്കുന്ന ഒരു സിംഹത്തെയാണ് യൂണിവേഴ്സ് നിങ്ങളിൽ കാണുന്നത്. ഓക്കെ, കരയുന്ന ഒരു കുഞ്ഞാടിനെയല്ല നിങ്ങളിൽ കാണുന്നത്, ഗർജിക്കുന്ന ഒരു സിംഹത്തെയാണ് യൂണിവേഴ്സ് നിങ്ങളിൽ കാണുന്നത്. അത് നിങ്ങൾ നടപ്പാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ടവർ സംഭവിച്ചത്. ഇനി നിങ്ങളൊരു ഗർജിക്കുന്ന സിംഹമായി ഈ ലോകത്തിന് ഈ ഭൂമിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. കാരണം നിങ്ങളൊരു മജീഷ്യനായി മാറും. നിങ്ങൾ ഇപ്പം പണത്തിന് വേണ്ടി അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. നിങ്ങൾക്ക് സ്ഥാനം, മാനം, സ്നേഹം, സുഖം, സൗകര്യം, കാറ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് സ്ട്രെങ്ത് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ടവർ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ളവർക്ക് ഈ വന്നിരിക്കുന്ന ഇത്രയും കാർഡുകൾക്ക്, ഈ ടവർ വരാത്ത ഇത്രയും കാർഡുകൾക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സ് എത്ര രീതിയിലാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ആദ്യം വന്ന കാർഡിന് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അവർക്ക് ഫാമിലി നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത് വന്ന വ്യക്തിക്കും തേർഡ് പാർട്ടി ഉണ്ട് എങ്കിലും ന്യൂ ബിഗിനിങ് വീൽ ഓഫ് ഫോർച്യൂണും വന്നിരുന്നു. ഞാൻ തിരിച്ചു വെച്ചു. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂണും വന്നത് സമയം അനുകൂലമാകുമ്പോൾ അവർക്കൊരു ന്യൂ ബിഗിനിങ് അവർക്കുണ്ടാകുമെന്ന് തന്നെയാണ്, അവരുടെ പാർട്ട്ണറുമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. നാലാമത് വന്നിരിക്കുന്നത് കുറച്ച് നെഗറ്റിവിറ്റിയും കാര്യങ്ങളുമായിട്ട് ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അടിയും ബഹളവും വഴക്കും ഒരു മാനസികമായിട്ട് തന്നെ ഒരു നെഗറ്റിവിറ്റിയും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സംസാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയ കോൺഫ്ലിക്റ്റും കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം ഇന്നർ തോട്ടായിരിക്കും ഇത് മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പേരൻസൊക്കെ ആയിട്ടായിരിക്കും. എന്തായിരുന്നാലും ലൈഫിൽ ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ സംഭവിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എനർജി, ഒരു ബ്ലാക്കിൻ്റെ എനർജി, ഒരു നെഗറ്റിവിറ്റിയുടെ എനർജി എല്ലാം മാറുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് ലഭിക്കും. ഈ മൂന്ന് കാർഡിലും വന്നത് ഒരുപോലെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് വന്നത് ടവറായിരുന്നു. ഓക്കെ, ഈ ടവർ വന്ന വ്യക്തി ആരാണെന്ന് എനിക്കറിയത്തില്ല, ആർക്ക് റെസനേറ്റ് ആകുന്നു എന്ന് എനിക്കറിയത്തില്ല. കമൻറ്റ് ചെയ്യുക. ടവർ ആർക്കാണ് വന്നതെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓക്കെ, ഈ ടവർ വന്ന വ്യക്തിക്ക് ആദ്യം തന്നത് എന്തുകൊണ്ട് ടവർ വന്നു എന്ന് ചോദിച്ചതിന് കിട്ടിയത് നിങ്ങൾ സ്ട്രെങ്ത് ആവുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു കുഞ്ഞാടിനെ പോലെ ഇരുന്ന് കരയേണ്ട വ്യക്തിയല്ല. യൂണിവേഴ്സ് നിങ്ങളെ ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ഈ ലോകത്തിന് ആവശ്യമാക്കി നിങ്ങളെ തീർത്തിരിക്കുന്നതിനാൽ നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് അനാവശ്യമായി നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തിയെ ടവർ കൊണ്ടുവന്ന് ആ വ്യക്തിയെ മാറ്റിക്കളഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രെങ്ത് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം തന്നിരിക്കുന്നത് നിങ്ങൾ നശിച്ചു
പോകാനല്ല, നിങ്ങൾ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് വരും. പക്ഷെ നിങ്ങൾ ഇതുപോലെ ആയെങ്കിൽ മാത്രമേ ലഭിക്കൂ. അതുവരെ നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പി ഫാമിലി എന്നുള്ളൊരു കപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടില്ല, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് വരണമെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് എടുക്കണം. നിങ്ങളെ കൊണ്ട് ഈ യൂണിവേഴ്സിന് ഏറ്റവും വലുത്, ഈ മറ്റുള്ള കാർഡുകളെ അപേക്ഷിച്ച് ഈ യൂണിവേഴ്സിന് നിങ്ങളെക്കൊണ്ട് ഒരു ഉപയോഗമുണ്ട്. നിങ്ങളെക്കൊണ്ട് എന്തോ ഒരു വലിയ കാര്യം യൂണിവേഴ്സിന് ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടവർ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഫാമിലിയും അവരുടെ പേഴ്സണും തിരിച്ചു വന്ന് അവർ ഫാമിലിയായിട്ട് ജീവിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിലും വലിയ ഒരു കാര്യമാണ്, നിങ്ങളെ ലോകം അറിയപ്പെടും. നിങ്ങളെ ലോകം അറിയപ്പെടുന്ന വ്യക്തികളാക്കി മാറ്റും. ഓക്കെ, നിങ്ങളുടെ പേരും ഫെയിമും എല്ലാം ലോകം അറിയും. നിങ്ങൾ ഒന്നും രണ്ടും പേരുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ടവർ വന്നിരിക്കുന്നത്. നിങ്ങളിതുപോലെ പമ്മിയിരിക്കേണ്ട വ്യക്തിയല്ല, നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് മാറേണ്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യുന്ന, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അത് മൊത്തവും നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വന്നു ചേരും. ഓക്കെ, ഇതാണ് റീഡിങ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നില്ല എന്നതിൻ്റെ റീഡിംഗ് ആണ് ഇത്. എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ചിലപ്പോൾ റെസനേറ്റ് ആകുന്നില്ല, കഥ പോലെയൊക്കെ പലർക്കും തോന്നുന്നുണ്ട്. എൻ്റെ റീഡിങ് കഥ പോലെ തോന്നുന്നുണ്ട്. കാരണം ലൈഫ് പറയുമ്പോഴത്തേക്ക് കഥ പോലെ അല്ലാണ്ട് വേറെ രീതിയിൽ എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഞാൻ പഠിച്ചതും ഞാൻ കേട്ടതും 2-2.5 വർഷവും ഞാൻ ഫോളോ ചെയ്തതും ഇതുപോലെയുള്ള കഥകൾ തന്നെയാണ്. കാരണം ഞാൻ ഹിന്ദി റീഡിങ്ങാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. എനിക്ക് ഹിന്ദി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് ആയതുകൊണ്ട് ഞാൻ കൂടുതലും കഥ പോലെയാണ് അതിൽ കേട്ടിട്ടുള്ളതും അത് തന്നെയാണ് പഠിച്ചിട്ടുള്ളതും. അപ്പം ആ ഒരു രീതിയിലാണ്, ആ ഒരു മെത്തേഡിലാണ് ഞാൻ പോകുന്നത്. അപ്പം എൻ്റെ റീഡിങ് ഇങ്ങനെയാണ്. ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിങ്ങനെ അറിയാമോ. അപ്പം ഒരുപാട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും എനിക്കറിയാവുന്ന 2-3 പേരുടെ പേര് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെങ്കിൽ അതായിരിക്കും ഉപകാരം. കാരണം എൻ്റെ റീഡിങ് ഈ ഒരു രീതിയിൽ എനിക്കറിയാമോ, എനിക്കിനി വേറൊരു രീതിയിൽ റീഡ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ പഠിച്ച് വരുമ്പോഴത്തേക്ക് ഓക്കെ ആകുമായിരിക്കും. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആകുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു റീഡിങ്ങാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും ഇത് തന്നെയാണ്. അപ്പം മറ്റൊരു രീതിയിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ റീഡിങ് നിങ്ങൾ കിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കഥ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം എനിക്കിതേ അറിയാമോ ചെയ്യാൻ. ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് ഒരു ഡിഫറൻറ്റ് കൊണ്ടുവരാൻ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇനി ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഒരിക്കലും ഒരു ടാറോ റീഡ് എന്ന് പറയുന്നത് ഒന്നിലും അവസാനിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ, ഈ യൂണിവേഴ്സിൻ്റെ പഠനം എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ഏകദേശം ഒരു അവിടെ ഇവിടെയുമായിട്ട് മാത്രമേ നമുക്ക് കുറച്ച് മനസ്സിലായിട്ടുള്ളൂ. ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതുവരെ പഠിച്ചു തീർത്തതൊന്നുമല്ല, ഇനിയും ലോകം അറിയാത്ത പല കാര്യങ്ങളും യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചു തീർക്കണമെങ്കിൽ നമുക്ക് ഒരു ജന്മമൊന്നും മതിയാകില്ല. എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് അറിവിൽ നിന്ന്, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, 1 മാസത്തെ അറിവ് എനിക്കിപ്പോൾ ഉള്ളൂ. ആ 1 മാസത്തെ അറിവിൽ നിന്ന് എനിക്കറിയാവുന്നത് പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നെ അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. എല്ലാവരും ഇത് റെസനേറ്റ് ആയവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ടവർ വന്ന വ്യക്തി ഒന്ന് പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കാരണം എനിക്ക് നിങ്ങളെ ഒന്ന് സ്പെഷ്യലായിട്ട് എടുത്തു വെച്ച് പ്രാർത്ഥിക്കാനും കൂടിയാണ്. ഓക്കെ, ടവർ വന്ന വ്യക്തിക്ക് ആരാണെന്നുള്ള കാര്യം, മൂവ് ഓൺ ചെയ്ത വ്യക്തി ആരാന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ പേഴ്സൺ എല്ലാവരിലേക്കും തിരിച്ച് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം തന്നെ പ്രാർത്ഥിക്കുന്നു.
എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഈ ഇടിപിടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പേഴ്സൺ തിരിച്ചു വന്നെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. അതിൻ്റെതായ ഒരു സമയം കാലചക്ര അനുവദിക്കാതെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തിരിച്ചു പോകും. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ പേഴ്സൺ നമ്മളോട് ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മളിലേക്ക് ഓടി വരും. പക്ഷെ വന്നു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. നൈറ്റ് വരുന്ന കണക്ക് വന്നിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ നിങ്ങൾ ആ ഒരു സമയം അനുകൂലമായി വരുന്നത് വരെ ഒന്ന് സമാധാനത്തിൽ വെയിറ്റ് ചെയ്യുക. അത്രയും നേരം പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.